എന്തോ എന്നെ തൂക്കിക്കൊല്ലുവാ? ആ, ഇവര് പുറത്തിറങ്ങിയാൽ എന്തായാലും നിങ്ങളെ തൂക്കിക്കൊല്ലും. ഏയ് എന്താ ഇവിടെ ഒരു ചർച്ച? ഏയ് ഒന്നുമില്ല സർ. ഹാ, എന്നാൽ നിങ്ങൾ പോട്. ആ, എന്നാൽ ഓക്കെ, താങ്ക് യു സർ. ആ, നടക്ക്. നീ എന്താ നടക്കാത്തത്? 1 മിനിറ്റ്, ഞാൻ സാറോട് ഒരു കാര്യം ചോദിക്കട്ടെ. സർ, ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കുമോ? അതെന്തിനറിയുന്നേ? അല്ല സർ, ഇവർ ഇനിയും പുറത്തിറങ്ങിയാൽ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ലേ? ഞങ്ങൾ കാരണമല്ലേ അവർ ഇപ്പോൾ ജയിലിലായത്. അതുകൊണ്ട് ഞങ്ങളോട് അവർക്ക് നല്ല വെറുപ്പുണ്ടാകും. ആരാ പറഞ്ഞത് നിങ്ങൾ കാരണമാണെന്ന്? അവർ രണ്ടുപേരും പല കേസിലും പ്രതികളാണ്. അവരെ കുറച്ച് ദിവസമായി ഞങ്ങൾ നോക്കി നടക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് അവരുടെ കറക്റ്റ് സ്ഥലം പറഞ്ഞു തന്നതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് ഇന്ന് പിടിക്കുവാൻ പറ്റി. അപ്പോൾ ഇവരെ ഇപ്പോൾ ജയിലിലിട്ടതിന്റെ കാരണം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയതല്ലേ? അതും ഒരു കാരണം തന്നെ. പക്ഷെ ഇതിലും വലിയ വലിയ കേസുകൾ ഇവരുടെ പേരിലുണ്ട്. അപ്പോൾ ഇവരിപ്പോഴൊന്നും പുറത്തിറങ്ങില്ലേ? ഹേയ്, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇവരെ ഇനി 5 കൊല്ലത്തേക്ക് എന്തായാലും പുറത്തിറങ്ങില്ല. സത്യമാണോ? ആ, സത്യം തന്നെ. നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കിനി ആരെയും പേടിക്കണ്ട. ഹേ, അങ്ങനെ അധികം സന്തോഷിക്കണ്ട. എന്താ സർ? ഇവർ അന്വേഷിക്കുന്ന ആ മോതിരവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ബാക്കി നമുക്ക് അപ്പോൾ കാണാം. എന്നാൽ പിന്നെ നിങ്ങൾ സമയം കളയണ്ട, പോട്. ഓക്കെ സർ, ബൈ. അല്ല, നിങ്ങൾ രണ്ടാളും എന്താ പോലീസിന്റെ അടുത്ത് സംസാരിച്ചത്? ഏയ്, അതൊന്നുമില്ല. ഞാൻ കേട്ടക്ക്. എന്താ നീ കേട്ടത്? അത് ആ ജയിലുള്ളവർ പോലീസിന്റെ വലിയൊരു തോക്കുണ്ട് പോലെ മോഷ്ടിച്ചേക്ക്. അതുകൊണ്ട് ആ ജയിലുള്ളവർ ആ തോക്കെടുത്തിട്ട് നിങ്ങളെ വെടിവെക്കാൻ പ്ലാൻ ഇട്ടത് പോലീസ് കേട്ടിക്കെന്ന് പിങ്കി ചേച്ചിയിലോട് പോലീസ് പറഞ്ഞതാ. സത്യമാണോ? ആ, സത്യം തന്നെ. ചിലപ്പോൾ അവർ 2 ദിവസം കൊണ്ടല്ല, നാളെ രാവിലെ തന്നെ പുറത്തിറങ്ങുന്ന പറയുന്നത് കേട്ടത്. സൽമാനെ, നീ എന്തിനാടാ കുഞ്ഞാമിത്താൻ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ചുമ്മാ ഒരു രസം. സൽമാനെ, ശരിക്കും അങ്ങനെ പോലീസ് പറഞ്ഞാ? ഇല്ല, ഞാൻ വെറുതെ പറ്റിച്ചതാ. ശരിക്കും എന്നാ പോലീസ് പറഞ്ഞത്? അത് ആ ജയിലിലുള്ളവർ ഇനി 5 കൊല്ലത്തേക്ക് പുറത്തിറങ്ങില്ലാന്ന്. സത്യമാണോ? സത്യം തന്നെ. ആ, രക്ഷപ്പെട്ട്. നടന്നെത്തി. വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഡീ പിങ്കി, നിന്റെ മമ്മി ഏതാ? മമ്മിയാ? മമ്മി, നിങ്ങൾ എത്തിയോ? ആ, ഞങ്ങളെത്തി. ഞങ്ങളും ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ആ മോളെ അമ്മു, നിനക്കൊരു കുഴപ്പമില്ലല്ലോ? ഇല്ല രമണിയച്ചി. നിങ്ങൾ എവിടെയായിരുന്നുള്ളത്? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ. അതെന്തിനാ? അമ്മുവിനെ തട്ടിക്കൊണ്ടുപോയതിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാണോ? എന്നെ മാത്രമല്ല, ദാ ഈ ഇക്രുവിനെയോ. ഇക്രുവിനെയാ? ആ മമ്മി, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുവാൻ. എന്ത് കാര്യം? ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ആ മോതിരത്തിന്റെ കാര്യം. ഏത് മോതിരത്തിന്റെ? എല്ലാം നിനക്ക് പറഞ്ഞു തരാം. ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വല്ലതും കഴിക്കട്ടെ. എന്നാൽ വേഗം വാ, ഞാൻ ഭക്ഷണം തരാം. എന്നാൽ ഞാൻ പോകുന്ന പിങ്കി. എവിടത്തേക്ക്? എന്റെ വീട്ടിലേക്ക് തന്നെ. ഹേയ്, നീ പോകല്ലിപ്പോൾ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ടടി, മമ്മി ഉണ്ടാകും എന്നെയും കാത്തിരിക്കുന്നു. ആ, എന്നാൽ ശരി, നീ പിന്നെ വാ. ബൈ. വാ, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. അല്ലപ്പ ഇതാരാ? കുഞ്ഞാമിയാ? ആ, പാത്തുവാ. അല്ല കുഞ്ഞാമി, നീ ഇതെവിടത്തേക്കായി പിള്ളേരെയും കൂട്ടി പോന്നേ? ഹായ് പറയാൻ. ഹായ് പറയാനാ? ആ പാത്തൂത്ത, ഹായ് പറയാൻ. ഓർക്ക് പെരാന്താ, നിങ്ങളതൊന്നും കാര്യാക്കി എടുക്കണ്ട. അല്ല മക്കളെ, അവളിത് ആരോടാ ഹായ് പറയുന്നേ? അതൊന്നും അറിയില്ല. കുറെ കടലാസം കയ്യിൽ പിടിച്ചിട്ട് ഹായ് പറയാൻ പോകുന്നാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. കൂടെ ഞങ്ങളോടും വരാനും പറഞ്ഞു. ഇതെന്ത് അതിശയാപ്പാ. എന്നാൽ ഞങ്ങൾ പോകുന്നു പാത്തൂത്ത. കാലത്തിന്റെ ഓരോരോ പോക്കേ. ഓരോരോ മനുഷ്യന്മാർ ഇപ്പോൾ പെരാന്ത് പിടിച്ച് നടക്കുന്നു. ഇവിടെ മതി. എന്തെന്ന്? ഹായ് പറയാനുള്ള സ്ഥലം.
നിങ്ങൾ മൈക്ക് കൊണ്ടാ നിൽക്കില്ലേ? ആ, കൊണ്ടുവന്നിക്ക്. ഞാനിതിന്റെ മേലെ കയറി ഇരുന്നിട്ട് മൈക്ക് എടുക്കാം. ഇവർക്കിതെന്തിന്റെ പേരാന്താ? ഈ നമ്മൾ എന്തിനാ ഇവർ കൂടെ കൂട്ടിയത്? അത് നിനക്ക് മനസ്സിലായിട്ടില്ലടാ. ഏന്റിക്ക് പേടിച്ചിട്ടെന്നെ. അല്ലാതെ ഈ കാട്ടിൽ ഏന്റി ഒറ്റയ്ക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കാട്ടിൽ തന്നെ വന്നിട്ട് എന്തിനാ ഇവർ ഹായ് പറയുന്നത്? ബെസ്റ്റ്. നാട്ടിൽ നിന്ന് ഈ മൈക്കും വെച്ചിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം കൂടി അടിച്ചൊരു പരുവത്തിലാക്കും. ഈ കാട്ടെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ, അതുകൊണ്ടാ കാട്ടിലേക്ക് വന്നത്. ഡീ ചക്കി, ആ മൈക്കിങ് ഇതാ. ഞാൻ പേര് പറയുന്നുണ്ടേ, കേട്ടോ. അൻസിൽ, നസീമ മഹീൻ, ഷബിന ഷെറീൻ, കൃതി, ഷാജിമോൻ, ഐഷ, ആരോമൽ, ഷഹിന സെൽവ, ആമിന, മിർഫ ഷെറിൻ, ഷബിന ഷഹീർ. ഇവർക്കെല്ലാം കൂടി ഞാൻ ഹായ് പറയുന്നു. സമാധാനമായി. എല്ലാവരോടും ഹായ് പറഞ്ഞു. ഇനി നമുക്ക് പോവാ. പോകാനോ? അപ്പോൾ ഈ കടലാസ് എന്തിനാ നിങ്ങൾ വീട്ടിൽ നിന്ന് എനിക്ക് തന്നത്? അപ്പോൾ അതിലുമുണ്ടില്ലേ? എന്നാൽ അതിങ്ങെടുക്ക്. ഇതാ. പിന്നെ തമന്ന, പൊന്നു, ലച്ചു, റിച്ചു, റയ, അനു, ആമി, സബിന, ബിജു, റോഷ്മി, തീർത്ഥ, തേജസ്യ, കുഞ്ഞോൾ, തേജു, മാളൂസ്. ഇവർക്കെല്ലാം ഞാൻ ഹായ് പറയുന്നു. എന്നാ പിന്നെ ഇതാ. ഇതെന്തെന്നാ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്നാൽ ഇപ്പേരും കൂടി അങ്ങ് പറഞ്ഞേക്ക്. നെഹറിൻ, റിസ്വ, ബിലാൽ, അലീന, പിന്നെ സിയ, അൽഫോൻസ, ഇഷാൽ മറിയം, ധനശ്രീ, അസ്ന, ജാസു, ആമോൻ, പിന്നെ മഹീൻ, റിച്ചു, ശ്രേയ. ഇവർക്കെല്ലാം കൂടി ഞാൻ ഹായ് പറയുന്നു. എന്നാൽ ഇവരോടും കൂടി പറയണം. എൻ്റെ അല്ലോ, ഇതെല്ലാം കൂടി ചൊറയായല്ലോ. ഇവരെല്ലാം കൂടി എന്നെ ഇവിടുന്ന് പോകാൻ വിടൂലെന്ന് തോന്നുന്നത്. ബായും പോന്ന് നിൽക്കാണ്ട് അതും കൂടി അങ്ങ് പറഞ്ഞൂടെ. പ്രാർത്ഥന ബി നായർ, ആദ്യനന്ദ, റിഹാന, ബിജുമോൻ, റിസാന, റിച്ചു, പൊന്നു, മിർഫ ഷെറിൻ, ഫിൽസ, മെഹറി, ഷെഹ്സാദ്, ലിയ, സിയ, ഇഷ. ഇവരോടെല്ലാം കൂടി ഞാൻ ഹായ് പറയുന്നു. ഡാ സുലൈമാനെ, പോരാ പറഞ്ഞത്? പോരാ. ഇതിലുള്ളതും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിക്കോ. വെറുതെ ഇങ്ങ് കാട്ടിലേക്ക് വന്ന് മര്യാദക്കാടെ പുതപ്പും പൊച്ച് കിടന്നുറങ്ങിയാൽ മതിയേനു. ഇതിലെന്ന് എഴുതിയിരിക്കുന്നത്? ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. നീ ഭയങ്കര സംഭവ ചക്കി, കേട്ടാ. നീ ഇങ്ങനെ എഴുതിയത് നന്നായി. അല്ലെങ്കിൽ ഞാൻ പേര് പറയാത്തതുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാകില്ലേ? നീ ഒരു പുലിയാണ്, പുലി. അത് ഇവിടുന്ന് പുലി എന്ന് പറയുമ്പോൾ ഒരു പുലിയുടെ ശബ്ദം.